T20 ലോകകപ്പിന്റെ വിജയ നിമിഷങ്ങൾക്കിടയിൽ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ തീരുമാനം വന്നത്. T20 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഇതിഹാസങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചിരിക്കുന്നു. ആരാധകരേവരും ഏറെ ഞെട്ടലോടെയായിരുന്നു ആ വാർത്ത കേട്ടത്. രോഹിത്തിന് ഇപ്പോൾ വയസ്സ് 37, വിരാട്ടിന് 36. ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് സച്ചിൻ തെണ്ടുൽക്കറും വീരേന്ദർ സെവാഗും ഗംഭീറും യുവരാജും ഒക്കെ വിരമിച്ചുകൊണ്ടുണ്ടായ ഒരു വലിയ ശൂന്യതയുണ്ടായിരുന്നു. ആ ശൂന്യതയെ തങ്ങളുടെ പ്രതിഭ കൊണ്ട് മറച്ചുപിടിച്ച താരങ്ങളാണ് രോഹിത്തും വിരാട്ടും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച രണ്ടു താരങ്ങൾ. ഇവർ വഹിച്ച പങ്കിനെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും, അതിൽ ചിലർ വളർന്ന് ഇതിഹാസങ്ങളാവും, പൂർണ്ണത കൈവരിക്കും. പൂർണ്ണതയുടെ പ്രതിരൂപങ്ങളായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയെ വഴിതെളിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി എല്ലാ കോണിൽ നിന്നും ശക്തമായ വിമർശനങ്ങൾ ഇവർക്കെതിരെ ഉയരുന്നുണ്ട്. പ്രതിഭയെ ചൊല്ലി, പ്രായത്തെ ചൊല്ലി. അതുകൊണ്ട് തന്നെയാണ് T20 ലോകകപ്പ് വിജയിച്ച നിമിഷം ഉചിതമായ നിമിഷമെന്ന് തിരിച്ചറിഞ്ഞ് അവർ വിരമിച്ചതും. ഇനി മുന്നിലുള്ളത് ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ പോരാട്ടമാണ്. ഫൈനൽ എടുക്കുംതോറും ആരാധകരുടെ നെഞ്ചിടിപ്പും കൂടി വരുന്നുണ്ട്. ഇന്ത്യ വിജയിച്ചു കാണാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ ആരാധകർക്ക് ഇപ്പോഴുള്ള ഒരു ആശങ്കയാണ്, ഒരുപക്ഷെ ഇന്ത്യ ഈ കിരീടം വിജയിച്ചു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമോ? ഇനി അടുത്ത ODI ലോകകപ്പ് നടക്കുന്നത് 2027-ലാണ്. കൃത്യമായി പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ്. 2 വർഷങ്ങൾ കൂടെ ഇനിയും ഇവർ ODIയിൽ തുടരുമോ എന്ന കാര്യം ഉറപ്പില്ല. ഒരുപക്ഷെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ നേടിയാൽ അതാണ് പറ്റിയ സമയമെന്ന് തിരിച്ചറിഞ്ഞ് രോഹിത്തും വിരാട്ടും ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചേക്കാം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഇരുവരും എടുക്കില്ല എന്ന വിശ്വാസത്തിലാണ് ആരാധകരുള്ളത്. കാരണം അവരുടെ ഇന്നിങ്സുകൾ ഇപ്പോഴും കണ്ട് നമുക്കൊന്നും കൊതി തീർന്നിട്ടില്ല. T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. മാർച്ച് 9 നടക്കുന്ന ന്യൂസിലാൻഡിനെതിരായ ആ ഫൈനൽ പോരിൽ ഇന്ത്യ വിജയിക്കട്ടെ എന്ന പ്രത്യാശകളോടെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.